മജ്മുനികായ 71 തേ വിദ്യ വച്ഛ സൂത്ത. ഈ സൂത്തം ഭഗവാൻ വച്ഛഗോത്തൻ എന്ന ഒരു പരിവ്രാജകൻ അല്ലെങ്കിൽ സന്യാസിക്ക് നൽകിയ ഉപദേശമാണ്. എന്താണ് ഈ തേ വിദ്യ? ത്രിവിദ്യ, അതിനാണ് തേ വിദ്യ എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ജ്ഞാനങ്ങൾ. നമ്മൾ ബുദ്ധ വന്ദനം ചെയ്യുന്ന സമയത്ത് ഈ വരികൾ ഓർത്തിരിക്കാം. ഇതിപിസോ ഭഗവ അർഹം സമ്മാ സംബുദ്ധോ വിദ്യാചരണ സമ്പന്നോ. ഇതിലെ ഈ വിദ്യാചരണ സമ്പന്നം, അതിലെ ആ വിദ്യയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഈ 3 വിദ്യ അല്ലെങ്കിൽ ഈ 3 ജ്ഞാനം എന്താണ്? ഭഗവാൻ അർഹന്തനാണ്. അതിനാൽ തൻ്റെ പൂർവ്വജന്മങ്ങളെ മുഴുവൻ ഓർത്തെടുക്കാനുള്ള കഴിവ് ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ വിദ്യ. രണ്ടാമത്തെ വിദ്യ എന്ന് പറയുന്നത് കർമ്മങ്ങൾക്കനുസരിച്ച് ഏത് പ്രാണികൾ എവിടെ പോയിട്ട് ജന്മമെടുക്കും എന്ന് പറയാനുള്ള കഴിവുണ്ട്. അതാണ് രണ്ടാമത്തെ വിദ്യ അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ വിദ്യ എന്ന് പറയുന്നത് ആസവക്ഷയ ജ്ഞാനമാണ്. അതായത് തൻ്റെ ഉള്ളിലെ കളങ്കങ്ങളെല്ലാം മാറി പരിപൂർണ രൂപത്തിൽ മുക്തനായിട്ട് അർഹന്തനാകുന്ന അവസ്ഥ, ആ അവസ്ഥയെ സാക്ഷാത്കരിച്ച് ആ ജ്ഞാനത്തെ അറിഞ്ഞു. ഇതിനെയാണ് ത്രിവിദ്യ അല്ലെങ്കിൽ തേ വിദ്യ എന്ന് പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അർഹന്തന്മാർക്ക് മാത്രം ലഭിക്കുന്ന അവസ്ഥയാണ്. ഇനി നമുക്ക് നേരെ സൂത്രത്തിലേക്ക് പോകാം. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ വൈശാലിക്കടുത്ത് താമസിക്കുകയായിരുന്നു. വൈശാലിക്ക് അടുത്തുള്ള ഒരു മഹാവനത്തിൽ കൂടകാരശാല എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് വച്ഛഗോത്തൻ എന്ന പരിവ്രാജകൻ ഏകപുണ്ഡരിക എന്ന പരിവ്രാജക ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. പരിവ്രാജകൻ എന്ന് പറയുമ്പോൾ അലഞ്ഞു നടക്കുന്ന സന്യാസി എന്നാണ് അർത്ഥം. അതായത് സ്ഥിരമായിട്ട് ഒരിടത്ത് താമസിക്കാതെ എല്ലായിടത്തും അലഞ്ഞു നടക്കുന്ന സന്യാസി, അതിനെയാണ് പരിവ്രാജകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ രാവിലെ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് ചീവരവും ഭിക്ഷാപാത്രവും എടുത്ത് വൈശാലിയിൽ ഭിക്ഷാടനത്തിന് പുറപ്പെട്ടു. ചീവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷുക്കൾ ധരിക്കുന്ന വസ്ത്രത്തെയാണ് ചീവരം എന്ന് പറയുന്നത്. ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ തോന്നി, വൈശാലിയിൽ കുറച്ച് നേരത്തെ തന്നെയാണ് ഭിക്ഷാടനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതിനാൽ എന്തുകൊണ്ട് ഞാൻ ഏകപുണ്ഡരിക എന്ന പരിവ്രാജക ആശ്രമത്തിൽ താമസിക്കുന്ന വച്ഛഗോത്തൻ എന്ന പരിവ്രാജകനെ കണ്ടുകൂടാ? അതിനാൽ ഭഗവാൻ അങ്ങനെ തന്നെ ചെയ്തു. ഏകപുണ്ഡരിക എന്ന പരിവ്രാജക ആശ്രമത്തിൽ താമസിക്കുന്ന വച്ഛഗോത്തനെ ഭഗവാൻ സന്ദർശിച്ചു. അപ്പോൾ വച്ഛഗോത്തൻ ഭഗവാൻ ദൂരത്തു നിന്ന് തന്നെ വരുന്നത് കണ്ടു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറയുന്നു, ബന്ദേ ഭഗവാൻ വന്നാലും, ബന്ദേ ഭഗവാൻ സ്വാഗതം. ബന്ദേ ഭഗവാൻ ഒരുപാട് സമയത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചത്. ബന്ദേ ഭഗവാൻ ഇരുന്നാലും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഭഗവാൻ വിരിച്ചിരിക്കുന്ന ആസനത്തിൽ ഇരുന്നു. അപ്പോൾ വച്ഛഗോത്തൻ കുറച്ചുകൂടി ഭഗവാനേക്കാളും താഴ്ന്ന ഒരു ഇരിപ്പിടത്തിലിരുന്നു, ഒരു വശത്ത് ഇരുന്നു. എന്നിട്ട് വച്ഛഗോത്തൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ശ്രമണ ഗൗതമൻ സർവജ്ഞനാണ്, എല്ലാ കാര്യത്തെയും കാണുന്ന വ്യക്തിയാണ്, പരിപൂർണമായിട്ടുള്ള ജ്ഞാനവും ദർശനവും അദ്ദേഹത്തിന് ഉണ്ട്. അതിനാൽ ജ്ഞാനവും ദർശനവും അദ്ദേഹം നടക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഉണരുന്ന സമയത്തും എല്ലാ സമയത്തും അദ്ദേഹത്തിൽ ജ്ഞാനവും ദർശനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ളൊരു വിശ്വാസമാണ് നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ജ്ഞാനദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഒരു ദർശനമാണ് ഈ സന്യാസിയുടേത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ബന്ദേ ഭഗവാൻ പറഞ്ഞത് തന്നെയാണ് ആൾക്കാർ ആവർത്തിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവാന്റെ കാര്യത്തെപ്പറ്റി അസത്യമല്ല അവർ പറയുന്നത്, അസത്യമായിട്ടല്ല അവർ ചിത്രീകരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഇത് ധർമ്മത്തിന് അനുസൃതമായിട്ടുള്ള കാര്യം തന്നെയാണോ? അതോ ഈ കാര്യത്തിൽ വാദപ്രതിവാദത്തിനോ അല്ലെങ്കിൽ നിന്ദയ്ക്കോ കാരണമാകാനിടയുണ്ടോ? വച്ച ഈ രീതിയിൽ പറയുന്നവർ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതല്ല ആവർത്തിക്കുന്നത്. അവർ പറയുന്ന കാര്യം തെറ്റാണ്, അസത്യമാണ്. അതിനാൽ അവർ എന്നെ തെറ്റായിട്ടാണ് ചിത്രീകരിക്കുന്നത്.
അപ്പോൾ വച്ചൻ ഭഗവാനോട് പറഞ്ഞു, ബന്ദേ, താങ്കൾ പറഞ്ഞ കാര്യത്തെ എങ്ങനെയാണ് ആവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അവർക്ക് ഉത്തരം കൊടുക്കേണ്ടത്? താങ്കളെ അസത്യമായിട്ട് എപ്രകാരമാണ് ചിത്രീകരിക്കാതിരിക്കുന്നത്? ധർമ്മത്തിന് അനുസരണമായിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ കാര്യത്തെ വിശദമാക്കി കൊടുക്കേണ്ടത്? അതിൽ നിന്ദയ്ക്കോ അല്ലെങ്കിൽ വാദപ്രതിവാദത്തിനോ ഒട്ടും തന്നെ സ്ഥാനമില്ല. വച്ചകൊത്ത, ശ്രമണ ഗൗതമന് തേവിദ്യ അല്ലെങ്കിൽ 3 വിദ്യകളുണ്ട്. ഈ രീതിയിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് തന്നെ ആവർത്തിക്കണം. അപ്പോൾ അസത്യമായിട്ട് എന്നെ ചിത്രീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ധർമ്മത്തിന് അനുസരിച്ച് തന്നെയാണ് താങ്കൾ വ്യാഖ്യാനിക്കുന്നത്. അതിനാൽ നിന്ദയ്ക്കോ അതേപോലെ തന്നെ വാദപ്രതിവാദത്തിനോ അവിടെ ഒരു സ്ഥാനവുമില്ല. അവൻ ഹി വച്ച യാവദേവ ആഖങ്കാമി അനേകവിഹിതം പുംഭേനിവാസം അനുസരാമി. വച്ച, ഞാൻ എപ്പോൾ ആഗ്രഹിച്ചാലും എനിക്ക് എൻ്റെ പല രീതിയിലുള്ള പൂർവ്വജന്മങ്ങളെ ഓർത്തെടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ എപ്പോൾ ആഗ്രഹിച്ചാലും. അതല്ലാതെ തുടർച്ചയായിട്ടുള്ള ദർശനമല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ മനസ്സിനെ നമ്മൾ ആ ദിശയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് ഓർക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത്തരം ഓർമ്മകൾ വരികയുള്ളൂ. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരുന്നത്. അല്ലാതെ തുടർച്ചയായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്തും കിടക്കുന്ന സമയത്തും എല്ലാം ഇത്തരത്തിലുള്ള ഓർമ്മകൾ വരുന്നില്ല. ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം ആ ഓർമ്മകൾ വരുന്നു. അത് എത്തരം പൂർവ്വജന്മങ്ങളാണ് ഓർമ്മ വരുന്നത്? 1, 2, 3, 4, 5, 10, 20, 30, 40, 50, 100, 1000, 1,00,000. അനേക സമ്പത്തകൽപ്പം, അനേക വിവത്തകൽപ്പം. കൽപ്പങ്ങളിൽ നമ്മളുടെ ഈ ആകാശഗംഗ ചുരുങ്ങുന്നതാണ്. കൽപ്പങ്ങളിൽ ഈ ആകാശഗംഗ വികസിക്കുന്നതാണ്. അതും അനേക കൽപ്പങ്ങളിൽ ഈ ലോകത്തിൻ്റെ ചുരുങ്ങലും വികസനവും. അതായത് നമ്മുടെ ഗാലക്സികൾ ചുരുങ്ങാറുണ്ട്, വികസിക്കാറുണ്ട്. ഈ സമയത്ത് ശാസ്ത്രജ്ഞന്മാർ ഒരു സത്യം മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് അവർ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ഗാലക്സി അകന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് ഒന്നിൽ നിന്ന് ഒന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായി. പക്ഷേ ചുരുങ്ങുന്ന കാര്യം തിയറി മാത്രമുള്ളൂ, അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഭഗവാൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ കാര്യം പ്രവചിച്ചിട്ടുണ്ട്. അത്രയും കൽപ്പങ്ങളിലെ കാര്യം ഞാൻ ഓർക്കാറുണ്ട്. അതായത് ആ സ്ഥലത്ത് ജനിച്ച സമയത്ത് എൻ്റെ പേര് ഇന്നതായിരുന്നു, എൻ്റെ കുലം ഇപ്രകാരമായിരുന്നു, എൻ്റെ വേഷം ഇപ്രകാരമായിരുന്നു, എൻ്റെ ഭക്ഷണം ഇപ്രകാരമായിരുന്നു ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, ഇപ്രകാരമാണ് എൻ്റെ ജീവിതം അവസാനിച്ചത്. ഞാൻ ആ സ്ഥലത്തു നിന്ന് മരിച്ചതിന് ശേഷം ഞാൻ മറ്റൊരിടത്ത് ജനിച്ചു, അവിടെയും എൻ്റെ പേര് ഇതായിരുന്നു, എൻ്റെ കുലം ഇതായിരുന്നു, എൻ്റെ വേഷം ഇപ്രകാരമായിരുന്നു, എൻ്റെ ഭക്ഷണം ഇന്ന രീതിയിലായിരുന്നു, ഇപ്രകാരമായിരുന്നു ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, അതിനുശേഷം ഇപ്രകാരമായിരുന്നു എൻ്റെ ജീവിതം അവസാനിച്ചത്. ഞാൻ ആ സ്ഥലത്ത് നിന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മറ്റൊരിടത്ത് ജനിച്ചു. ഇതേ രീതിയിൽ ഞാൻ എൻ്റെ അനേകം പൂർവ്വജന്മങ്ങളെ വിശദാംശങ്ങളോടുകൂടി ഓർത്തെടുക്കും. അതുകൂടാതെ വച്ച, ഞാൻ എപ്പോൾ ആഗ്രഹിക്കുന്ന സമയത്തും മനുഷ്യർക്ക് അതീതമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ദിവ്യ ചക്ഷു കൊണ്ട് എപ്പോൾ ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാലും പ്രാണികളുടെ മരണവും ജനനവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താഴ്ന്ന കുലത്ത്, ഉയർന്ന കുലത്ത്, സുന്ദരരായിട്ട് അസുന്ദരരായിട്ട്, നല്ല സ്ഥലത്ത് ചീത്ത സ്ഥലത്ത് എപ്രകാരമാണ് ജീവികൾ അവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ജനിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് രണ്ടാമത്തെ വിദ്യ. അഹംഹി വച്ച ആസവാനം ഖയ അനാസവം ചേതോ വിമുക്തിം പഞ്ഞാവിമുക്തിം ദിട്ടേവ ധമ്മേ സയം അഭിജ്ഞ സച്ചികത്വ ഉപസമ്പജ്ജ വിഹരാമി. അതുകൂടാതെ വച്ച എൻ്റെ ആസവങ്ങളെ ക്ഷയിപ്പിച്ചുകൊണ്ട് അനാസവൻ ആയിക്കൊണ്ട് ഞാൻ ചേതോ വിമുക്തി പഞ്ഞാ വിമുക്തി ഇത് രണ്ടും എൻ്റെ സ്വയദർശനത്താൽ എൻ്റെ ഉള്ളിൽ ഞാൻ സാക്ഷാത്കരിച്ചു. എന്നിട്ട് അതിനെ നേടിയതിന് ശേഷം, ആസവക്ഷയത്തിന് ശേഷം ഞാനത് നേടി ഞാൻ വിഹരിക്കുന്നു. ഇവിടെ 2 തരത്തിലുള്ള വിമുക്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേതോ വിമുക്തി, പഞ്ഞാ വിമുക്തി. എന്താണ് ഈ ചേതോ വിമുക്തി?
എന്താണ് ഈ പഞ്ഞാവിമുക്തി? ചേതോ വിമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധ്യാനങ്ങൾ അഭ്യസിക്കുന്നു. 8 തരത്തിലുള്ള ധ്യാനങ്ങൾ, 4 രൂപധ്യാനവും 1 തൊട്ട് 4 വരെയുള്ളത്, അതുകൂടാതെ 5 തൊട്ട് 8 വരെയുള്ള അരൂപധ്യാനവും. ഈ അരൂപധ്യാനത്താൽ മനസ്സ് ശാന്തമാകുന്ന അവസ്ഥ, സംസ്കാരങ്ങൾ ഒടുങ്ങുന്ന അവസ്ഥ, അതിനെയാണ് ചേതോ വിമുക്തി എന്ന് പറയുക. അതായത് സമാധിയിലൂടെ നമ്മൾക്ക് മുക്തി ലഭിക്കുന്ന അവസ്ഥ. എന്നാൽ പഞ്ഞാവിമുക്തി എന്ന് പറയുന്നത് പ്രജ്ഞയിലൂടെ വിമുക്തി ലഭിക്കുന്ന അവസ്ഥയാണ്. അതായത് അനിച്ഛ, ദുഃഖ, അനത്ത, ഇതിലൂടെ. അതേപോലെ തന്നെ ഈ ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ സമതയമാണ്, ദുഃഖത്തിൻ്റെ നിരോധമാണ്, നിരോധഗാമിനി പടിപതയാണ്. ഈ അറിവിലൂടെ ലഭിക്കുന്ന അറിവ്, അതിലൂടെ ലഭിക്കുന്ന മുക്തിയാണ് പഞ്ഞാവിമുക്തി എന്ന് പറയുന്നത്. ഭഗവാൻ 2 തരത്തിലും വിമുക്തനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ഉപതോഭാഗ വിമുക്തോ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള അറിവുകൾ, അതായത് പൂർവ്വജന്മങ്ങളെ ഓർക്കാനും അതേപോലെ തന്നെ ജീവികളുടെ മരണത്തെ, ജനനത്തെ കാണാനും ഉള്ള കഴിവുകൾ ഒരു അർഹന്തന് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതുകൂടാതെ ചേതോ വിമുക്തി നേടിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ കാര്യങ്ങൾ ഉണ്ടാകുകയുള്ളൂ. മനസ്സിനെ ശാന്തമാക്കി സമാധിയുടെ അവസ്ഥയിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി ചേതോ വിമുക്തി നേടിയിട്ടില്ല, പ്രജ്ഞാവിമുക്തി മാത്രമാണ് നേടിയിട്ടുള്ളത്, അതായത് പ്രജ്ഞ മാത്രമാണ് ആ വ്യക്തിക്ക് ഉള്ളതെങ്കിൽ, ആ വ്യക്തി അർഹന്തനാണെങ്കിൽ കൂടി ആ വ്യക്തിക്ക് ഇത്തരം ജ്ഞാനങ്ങൾ ലഭിക്കുകയില്ല എന്ന് മറ്റൊരു സൂത്രത്തിൽ പറയുന്നുണ്ട്. അതിനാൽ ഇത്തരത്തിലുള്ള ജ്ഞാനങ്ങൾ തീർച്ചയായിട്ടും ചേതോ വിമുക്തി നേടിയ ഒരു ഭിക്ഷുവിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൂടാതെ ഒരു അർഹന്തനായിട്ടുള്ള ഭിക്ഷുവിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. വച്ച ശ്രമണ ഗൗതമന് ഈ 3 തരത്തിലുള്ള ജ്ഞാനങ്ങൾ തേവിദ്യ ഉണ്ട്. ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് തന്നെയാണ് താങ്കൾ ആവർത്തിക്കുന്നത്, എന്നെ തെറ്റായിട്ട് താങ്കൾ ചിത്രീകരിക്കുന്നില്ല, താങ്കൾ ധർമ്മത്തിന് അനുസരിച്ചിട്ട് തന്നെയാണ് ഇതിനെ വിശദീകരിക്കുന്നത്. അതിനാൽ വാദപ്രതിവാദത്തിനോ നിന്ദയ്ക്കോ ഒന്നും തന്നെ ഇവിടെ സ്ഥാനമില്ല. ഭഗവാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വച്ചകോത്തൻ എന്ന പരിവ്രാജകൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: അത്തിനുഖോ ഭോ ഗൗതമ കച്ചി ഗിഹി സംയോജനം അപ്പഹായ കായസഭേദ ദുഃഖ സന്തകരോതി. ഗൗതമശാസ്ത്ര, താങ്കൾക്ക് ഏതെങ്കിലും അങ്ങനെയുള്ള ഗൃഹസ്ഥ ശിഷ്യന്മാരുണ്ടോ? അവർ ഗൃഹസ്ഥ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ മരണസമയത്ത് അർഹന്തരാകുന്ന ഏതെങ്കിലും ഉപാസകർ താങ്കൾക്ക് ഉണ്ടോ? അതായത് ഭഗവാനോട് ചോദിക്കുകയാണ്, ഭിക്ഷുക്കളല്ലാത്ത സാധാരണ ഗൃഹസ്ഥരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഭഗവാന്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഗൃഹസ്ഥൻ്റെ ബന്ധനത്തിൽ തന്നെ പെട്ടുകിടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി മരിക്കുന്ന സമയത്ത് അർഹന്തനാകാൻ വല്ല സാധ്യതയുമുണ്ടോ എന്നാണ് വച്ചകോത്തൻ ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇല്ല വച്ച, ഏതെങ്കിലും ഗൃഹസ്ഥൻ്റെ ബന്ധനത്തിൽ പെട്ട് കിടക്കുകയാണ് എങ്കിൽ ആ വ്യക്തി മരിക്കുന്ന സമയത്ത് ഒരിക്കലും അർഹന്തനാകുന്നില്ല. ഇതുമൂലം ഒരു വലിയൊരു സംശയം ഒഴിവായി. അതായത് ഒരു ചോദ്യം, ഗൃഹസ്ഥനായിക്കൊണ്ട് തന്നെ നമ്മൾക്ക് അർഹന്തനാകാൻ സാധിക്കുമോ എന്നാണുള്ളൊരു ചോദ്യം. തീർച്ചയായിട്ടും ഇല്ല എന്ന് ഭഗവാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. അതുകൂടാതെ മുൻപിലുള്ള ചില സൂത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഉപാസികമാർ അവർ അനാഗാമി വരെ മാത്രമേ ആകുകയുള്ളൂ. അർഹന്തനാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭിക്ഷുവായേ മതിയാവൂ. അഥവാ ഗൃഹസ്ഥ ജീവിതത്തിൽ അർഹന്തനായി കഴിഞ്ഞാൽ എങ്കിൽ ആ വ്യക്തി ഉടൻ തന്നെ ഭിക്ഷുവായിട്ടില്ല എങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് ഹാനിയുണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം അർഹന്തൻ്റെ ഒരു അവസ്ഥ ഒരിക്കലും ഗൃഹസ്ഥ ജീവിതത്തിന് യോജിച്ചതല്ല. ഒരു അർഹന്തന് വേണ്ടിയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള അവസ്ഥ ഒരിക്കലും ഗൃഹസ്ഥ ജീവിതത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഒരു വ്യക്തി അർഹന്തനാകണമെങ്കിൽ ഭിക്ഷുവാകണം എന്ന് പറയുന്നത്. അതിനാൽ ഗൃഹസ്ഥ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മൂന്നാമത്തെ മുക്തിയുടെ അവസ്ഥ ആയിട്ടുള്ള അനാഗാമി എന്ന അവസ്ഥ ലഭിക്കാവുന്നതാണ്. പക്ഷേ ഒരിക്കലും അർഹന്തൻ്റെ അവസ്ഥ ലഭിക്കുന്നതായിട്ട് എവിടെയും പറയുന്നില്ല. അതായത് പൂർണ്ണ വിമുക്തനാകാനുള്ളൊരു കഴിവ് ഗൃഹസ്ഥന് ഒരിക്കലും ഇല്ല. കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ആ കഴിവ് ഒരിക്കലുമില്ല. അപ്പോൾ വച്ചൻ ഭഗവാനോട് ചോദിച്ചു, ഗൗതമശാസ്താവേ, ഗൃഹസ്ഥ ബന്ധനത്തെ ഉപേക്ഷിക്കാതെ തന്നെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ പോകുന്ന ഏതെങ്കിലും ഉപാസകന്മാർ ഉണ്ടോ? അതായത് ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് തന്നെ
അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, വച്ച 100 300 400 500 വ്യക്തികളല്ല, എന്നാൽ അതിൽ കൂടുതൽ വ്യക്തികൾ അവർ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിക്കാതെ തന്നെ അവരുടെ ശരീരം പ്രാണൻ വെടിയുന്ന സമയത്ത് അവർ സ്വർഗത്തിൽ പോയിട്ട് ജനിക്കുന്നു. അങ്ങനെയുള്ളവരുടെ സംഖ്യ വളരെ വലുതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഭഗവാന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരുപാട് ഗൃഹസ്ഥന്മാർ അവർ സ്വർഗത്തിൽ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൂടാതെ അവർക്ക് അനാഗാമി വരെ ആകാനുള്ള കഴിവുണ്ട്. അതായത് മുക്തിയുടെ 3ാമത്തെ അവസ്ഥ. അടുത്തതായിട്ട് വച്ചൻ ഗൗതമ ശാസ്താവിനോട് ഇപ്രകാരം ചോദിച്ചു, ഗൗതമ ശാസ്ത, ആജീവിക വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും സന്യാസിമാരുണ്ടോ? അവർ മരണശേഷം അർഹന്തരാകുന്ന ഏതെങ്കിലും സന്യാസിമാരുണ്ടോ? ഇവിടെ ആജീവിക സന്യാസിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഖലി ഗോസാല എന്ന ഒരു സന്യാസി ആ സമയത്ത് ജീവിച്ചിരുന്നു. അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള നഗ്നരായിട്ടുള്ള സന്യാസിമാരെയാണ് ആജീവിക സന്യാസി എന്ന് പറയുന്നത്. അവർ നഗ്നരായിട്ടാണ് ജീവിക്കുന്നത്. ബന്ദേ, ആജീവിക എന്ന് പറയുന്ന ആ നഗ്ന സന്യാസിമാർ അവർ അവരുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അർഹന്തരാകുന്നുണ്ടോ? അത് അവരുടെ ദുഃഖക്ഷയത്തിന് കാരണമാകുന്നുണ്ടോ? അതായത് മക്കലി ഗോസാലിയുടെ ആ നഗ്ന സന്യാസിമാർ അവർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അവർ അർഹന്തനാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇല്ല വച്ച, ഒരിക്കലും തങ്ങളുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അർഹന്തന്മാരായിട്ട് തീരുന്നില്ല. എങ്കിൽ ഗൗതമശാസ്ത്ര, ഏതെങ്കിലും ഒരു ആജീവിക വിഭാഗത്തിൽപ്പെട്ട സന്യാസി ഉണ്ടോ? അതായത് മഖലി ഗോസാലിയുടെ ഏതെങ്കിലും നഗ്നനായിട്ടുള്ള സന്യാസി ഉണ്ടോ? അവർ അവരുടെ ശരീരം വെടിയുന്ന സമയത്ത് നേരെ സ്വർഗ്ഗലോകത്ത് പോകുന്ന അത്തരം ആരെങ്കിലും ഉണ്ടോ? അതായത് മഖലി ഗോസാല എന്ന് പറയുന്ന ഈ ഭിക്ഷുവിൻ്റെ ഈ ശിഷ്യന്മാർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ പോകുന്നുണ്ടോ? അപ്പോൾ ഭഗവാൻ വച്ചനോട് ഇങ്ങനെ പറഞ്ഞു, വച്ച, ഞാൻ 91 കൽപ്പം എനിക്ക് കഴിഞ്ഞു പോയിട്ടുള്ള സമയത്തെ കാണാൻ സാധിക്കും. ഇത്രയും സമയം ഒരാൾ പോലും സ്വർഗത്തിൽ പോയതായിട്ട് എനിക്ക് അറിയില്ല. ഇത്തരം വിഭാഗത്തിലെ ഒരാൾ പോലും. അതിലെ ഒരാൾ മാത്രമേ സ്വർഗത്തിൽ പോയിട്ടുള്ളൂ. അദ്ദേഹം കർമ്മവാദിയായിരുന്നു. അതായത് ഏത് പ്രകാരത്തിൽ കർമ്മം ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഫലം കിട്ടും എന്ന വാദിയായിരുന്നു. അതുകൊണ്ടാണ് ആ നഗ്ന സന്യാസിക്ക് സ്വർഗത്തിൽ സ്ഥലം കിട്ടിയത്. ഇനി കൽപ്പത്തെക്കുറിച്ച് അല്പം അറിയേണ്ടത് അത്യാവശ്യമാണ്. ഭൂമി ഉണ്ടായത് മുതൽ ഇല്ലാതാകുന്നവരെയുള്ള സമയമാണ് ഒരു കൽപ്പം. ഇതിനെ എണ്ണത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് സാധാരണ പറയുക: 7 മൈൽ ദൂരവും 7 മൈൽ വീതിയും 7 മൈൽ ആഴവും ഉള്ള ഒരു കുഴി കുഴിച്ചു. അതിൽ മുഴുവൻ കടുകുമണി കൊണ്ട് നിറച്ചു. 100 വർഷത്തിൽ ഒരു കടുമണി നമ്മൾ പുറത്തെടുക്കും. എന്നാൽ ആ കടുകുമണി അവസാനിക്കുന്നു. എന്നാലും കൽപ്പം തീരുന്നില്ല. അതിനാൽ 91 കൽപ്പം കഴിഞ്ഞിട്ടും സ്വർഗത്തിൽ പോകുന്ന ഒരു നഗ്ന സന്യാസിയെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് മഖളി ഗോസാലിയുടെ വിഭാഗത്തിൽപ്പെട്ട നഗ്ന സന്യാസിമാർ. എന്നാൽ സ്വർഗത്തിൽ പോയ ആ വ്യക്തിയെ പഠിപ്പിച്ചത് കർമ്മവാദവും ക്രിയാവാദവുമാണ്. കർമ്മത്തിൻ്റെ വാദം, അതേപോലെ തന്നെ ക്രിയയുടെ വാദം, ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏത് ഫലം കിട്ടും എന്നുള്ള വാദമാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബന്ദേ ഗൗതമ, ആ വിഭാഗത്തിലൂടെ നമ്മൾക്ക് ഒരിക്കലും സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. അതേ വെച്ച മറ്റുള്ള സമ്പ്രദായങ്ങളിൽ ഉള്ളവരുടെ കൂടെ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാനുള്ള അവസരം കൂടി നമ്മൾക്ക് ലഭിക്കില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ വച്ചകോത്തൻ വളരെ സന്തുഷ്ടനായി ഭഗവാൻ പറഞ്ഞതിനോട് അനുമോദനം ചെയ്തു. തേ വിദ്യ വച്ചസൂത്തം നിഠിതം. അതിനാൽ ത്രിവിദ്യയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ സൂത്രം തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്യുക. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയത്തേക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ.
നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളായിട്ട് തീരട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും ശാന്തിയും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.